Good morning students. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബയോഡീസൽ ആണ്. ഫ്യൂവൽസ് ആൻഡ് ലൂബ്രിക്കൻറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ് ബയോഡീസൽ വരുന്നത്. അപ്പോൾ നമുക്കറിയാം ബയോഡീസൽ എന്ന് പറയുന്നത് ഒരു നോൺ പെട്രോളിയം ബേസ്ഡ് ഫ്യൂവലാണ്. അതായത് പെട്രോളിയത്തിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഫ്യൂവൽ അല്ല. നമ്മൾ പഠിച്ച ഡീസൽ ആയിക്കോട്ടെ അങ്ങനെയുള്ള കുറേ ഫ്യൂവൽസ് ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ പെട്രോളിയത്തിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഇതൊന്നും അല്ലാതെ നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള വെജിറ്റബിൾ ഓയിൽ, ആനിമൽ ഫാറ്റ്, ഇതിൽ നിന്നൊക്കെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന, ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫ്യൂവലാണ് ബയോഡീസൽ. അപ്പോൾ എന്താണ് ഈ പേര് വരാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു ഫ്യൂവലിന് ഡീസലിൻ്റെ പല പ്രോപ്പർട്ടീസും സിമിലർ ആയതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു പേര് വന്നത്. അപ്പോൾ നമ്മൾ ബയോളജിക്കലി ഡിഗ്രേഡബിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ടും അതിൻ്റെ ഒരു പ്രോപ്പർട്ടീസ് കൊണ്ടൊരു ബയോഡീസൽ ആയെന്ന് മാത്രം. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തൊക്കെയാണ് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ? ഇതൊരു നോൺ പെട്രോളിയം ബേസ്ഡ് ഫ്യൂവലാണ്. അല്ല, അത് നമുക്കറിയാം, നോൺ പെട്രോളിയം ബേസ്ഡ് ഫ്യൂവലാണെന്ന് അറിയാം. റിന്യൂവബിൾ ആണ്, നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ ബയോഡീഗ്രേഡബിൾ ആയതുകൊണ്ട് തന്നെ എക്കോസിസ്റ്റത്തിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. ആൻഡ് ദീസ് ആർ ലോങ് ചെയിൻ ഫാറ്റി ആസിഡ് എസ്റ്റേഴ്സ്. മെയിൻലി എസ്റ്ററാണ്. ഇതൊരു വലിയൊരു ഫാറ്റി ആസിഡിൻ്റെ വലിയ ചെയിനായിട്ട് വരുന്ന എസ്റ്റേഴ്സ് ആണ് മെയിൻലി ഈ ബയോഡീസലിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു പേരുണ്ട് ഒരു പ്രോസസ്സിന്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ട്രാൻസ് എസ്ട്രിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ പ്രോസസ്സിൻ്റെ പേര്, ട്രാൻസ് എസ്ട്രിഫിക്കേഷൻ. അപ്പോൾ അതിൽ തന്നെ ഉണ്ട് എസ്റ്റർ എന്ന് പറയുന്ന പേര്. അപ്പോൾ എവിടെ നിന്നൊക്കെയാണ് നമ്മളിത്, നമ്മുടെ സോഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെജിറ്റബിൾ ഓയിൽ ഒരു സോഴ്സാണ്. മെയിൻലി വെജിറ്റബിൾ ഓയിലും ആനിമൽ ഫാറ്റുമാണ് നമ്മൾ മെയിൻ സോഴ്സായിട്ട് കൺസിഡർ ചെയ്യുന്നത്. വെജിറ്റബിൾ ഓയിൽ, ആനിമൽ ഫാറ്റ്. അപ്പോൾ ലൈക്ക് വെജിറ്റബിൾ ഓയിൽ, കോക്കനട്ട് ഓയിൽ, സോയാബീൻ ഓയിൽ, റേപ്പ് സീഡ് ഓയിൽ, അങ്ങനെ കുറേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് സോഴ്സ് ഉണ്ട് ആക്ച്വലി ബയോഡീസൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി. ഇനി നമുക്ക് ഈ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഈ പ്രോസസ്സിൽ നമ്മൾ എന്ത് പ്രോസസ്സാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ പ്രോസസ്സ് നോക്കാം, എങ്ങനെയാണ് ബയോഡീസൽ ഉണ്ടാക്കുന്നത്. ബയോഡീസൽ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോസസ്സിൻ്റെ പേരാണ് ട്രാൻസ് എസ്ട്രിഫിക്കേഷൻ. ഓക്കെ, അത് ഓർത്ത് വെക്കുക. ആൻഡ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ലിപ്പിഡ്സ് എടുത്തിട്ട്, അല്ലെങ്കിൽ ലിപ്പിഡ് ആസിഡ്, എന്തെങ്കിലും ലിപ്പിഡ് എടുത്തിട്ട്, ഫാറ്റ് ലിപ്പിഡ് എടുത്തിട്ട് നമ്മൾ ആൽക്കഹോളുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ആൽക്കഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെത്തനോൾ യൂസ് ചെയ്യാം, എത്തനോൾ യൂസ് ചെയ്യാം. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇവ രണ്ടുമാണ്. ദെൻ ഇവിടെ നമുക്ക് ഈ റിയാക്ഷന് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രസൻസിൽ ഈ റിയാക്ഷൻ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സോഡിയം ഹൈഡ്രോക്സൈഡൊക്കെ ആഡ് ചെയ്യാം. ആൻഡ് ദെൻ നമുക്ക് കിട്ടാൻ പോകുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ലോങ് ചെയിൻ ഫാറ്റി ആസിഡ് എസ്റ്റേഴ്സ് ആണ്. ലൈക്ക് മീതൈൽ ഫാറ്റി ആസിഡ് എസ്റ്റേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈതൈൽ ആയിരിക്കാം, പ്രൊപ്പൈൽ ആയിരിക്കാം. ഏതെങ്കിലും ഒരു ചെയിനിൽ വരുന്ന ഫാറ്റി ആസിഡ് എസ്റ്റേഴ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ആ റിയാക്ഷൻ നോക്കാം. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, നമുക്ക് ആവശ്യമുണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു വെജിറ്റബിൾ ഓയിലിൻ്റെ ഒരു ഫാറ്റി ആസിഡ് സ്ട്രക്ചറാണ് വരക്കുന്നത്. അപ്പോൾ ഇത് വരക്കുമ്പോൾ ഒരു ഓർത്ത് വെക്കുക. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാനിവിടെ ഇതിൻ്റെ ബ്രാഞ്ചസ് വരക്കുന്നുണ്ട്. 1 2 3 4 5 6 7 1 2 3 4 5 6 7 1 2 3 4 5 6 7 അങ്ങനെ ആലോചിച്ച് വെക്കാം. ഇത് വെജിറ്റബിൾ ഓയിലാണ്, നമുക്കറിയാം. ഇത് ലിപ്പിഡ്സ് ആണ്. ദെൻ 3CH3OH നമ്മൾ എടുക്കുന്ന മെത്തനോളാണ്. അപ്പോൾ അത് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സെയിം പ്രൊഡക്റ്റ്, ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അതൊന്ന് ബ്രേക്ക് ചെയ്തിട്ട് കണ്ടോ, 1 2 3 4 5 6 7 ഇതിൻ്റെ പേരെന്താണ്? ഫാറ്റി ആസിഡ് മീതൈൽ എസ്റ്റർ. മീതൈൽ വന്നുകൊണ്ട് മീതൈൽ എസ്റ്റർ. അപ്പോൾ അവിടെ ഈതയിൽ വന്നാൽ ഈതൈൽ എസ്റ്റർ എന്ന് പറയും, പ്രൊപ്പൈൽ ഗ്രൂപ്പ് വന്നാൽ പ്രൊപ്പൈൽ എസ്റ്റർ എന്ന് പറയും. പ്ലസ് നമുക്ക് അഡീഷണലി ബൈ പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന ബൈ പ്രൊഡക്റ്റാണ് ഗ്ലിസറോൾ അല്ലെങ്കിൽ ഗ്ലിസറോൾ ഓർ ഗ്ലിസറിൻ. ഇത്രയാണ് റിയാക്ഷൻ ഉള്ളത്. അപ്പോൾ ഇവിടെ ഒരു ബൈ പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട്, അത് നമ്മൾ ഓർത്ത് വെക്കുക. ഈ ഒരു റിയാക്ഷനാണ് നിങ്ങൾ എക്സാമിന് പ്രിപ്പറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ ഞാൻ പഠിപ്പിക്കുന്നത് ഒരു ബയോഡീസലിൻ്റെ ഒരു സൈക്കിൾ ആണ്. ബയോഡീസൽ പ്രൊഡക്ഷൻ്റെ സൈക്കിളാണ്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ ഉണ്ടാവില്ല. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു പോയിൻ്റായിട്ട് ഓർത്ത് വെക്കാം. ഇപ്പോൾ ട്രാൻസ് എസ്ട്രിഫിക്കേഷൻ ആണ് പ്രോസസ്സ്. ആൻഡ് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ ആനിമൽ ഫാറ്റ് അല്ലേ നമ്മളെ സോഴ്സായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള റിയേജൻറ്റ് മെത്തനോൾ പ്ലസ് കാറ്റലിസ്റ്റ് ആണ്. അതും റിയാക്ട് ചെയ്തിട്ട് നമുക്ക്
പ്രൊഡക്റ്റായിട്ട് എന്ത് കിട്ടുമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ക്രൂഡ് ബയോഡീസൽ കിട്ടുന്നു, ബയോഡീസൽ കിട്ടുന്നു അല്ലേ? നമ്മൾ എന്ത് ചെയ്യുന്നു? അത് റിഫൈനിങ് ചെയ്തിട്ട് ഫൈനലി ബയോഡീസലായിട്ട് നമുക്ക് പുറത്തേക്ക് കിട്ടും അല്ലേ? നമ്മൾ യൂസ് ചെയ്യും ബയോഡീസലായിട്ട്. ആൻഡ് അഡീഷണലി ബൈ പ്രൊഡക്റ്റായിട്ട് കിട്ടുന്നത് ഗ്ലിസറിൻ അല്ലെങ്കിൽ ഗ്ലിസറോളാണ്. അപ്പോൾ ക്രൂഡ് ഗ്ലിസറിൻ എന്ന് ഞാനിവിടെ എഴുതാം. ക്രൂഡ് ഗ്ലിസറിൻ നമ്മൾ അഗെയിൻ ഗ്ലിസറിൻ റിഫൈനിങ് പ്രോസസ്സ് ചെയ്യുകയാണ്. റിഫൈനിങ് പ്രോസസ്സ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് ഗ്ലിസറിനെ നമ്മൾ ഫർദർ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാമല്ലോ. നമ്മുടെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും റിയാക്ഷനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ആൻഡ് ഇത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളതിൻ്റെ അകത്ത് മെത്തനോൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് മെത്തനോൾ പുറത്തേക്ക് എടുക്കും, റിക്കവർ ചെയ്യും. ആ മെത്തനോൾ നമുക്ക് ഫർദർ റിയാക്ഷന് വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊരു സൈക്കിളാണ്, ബയോഡീസൽ പ്രൊഡക്ഷൻ സൈക്കിൾ. നെക്സ്റ്റ് നമ്മൾ ഈ റേപ്സീഡ് ഓയിലിന് എങ്ങനെയാണ് ഇത് എക്സ്ട്രാക്ട് ചെയ്യുന്ന പ്രോസസ്സ്, റിയാക്ഷൻ പറഞ്ഞു. ആ പ്രോസസ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ആദ്യം ചെയ്യുന്നത് റേപ്സീഡ് ഓയിലിനെ റേപ്സീഡിനെ ക്രഷ് ചെയ്തിട്ട് റേപ്സീഡ് ഓയിൽ ഉണ്ടാക്കും. റേപ്സീഡ് ഓയിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുവാണ്? മെത്തനോളും 50 ഡിഗ്രി സെൽഷ്യസിൽ മെത്തനോൾ ആഡ് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിർ ചെയ്തിട്ട് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് NaOH ആഡ് ചെയ്യും. കാറ്റലിസ്റ്റ് പോലെ പ്രോസസ്സിൽ NaOH ആഡ് ചെയ്യും. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ടാവും. എന്താണ് നമ്മുടെ പ്രൊഡക്റ്റ്? ഫാറ്റി ആസിഡ് മീഥൈൽ എസ്റ്റർ ഫോം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒന്നുകൂടി പ്രോസസ്സ് ഞാൻ സമ്മറൈസ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് പറയാം, ഇപ്പോൾ റേപ്സീഡ് ഓയിലാണ് യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. റേപ്സീഡ് ഓയിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മെത്തനോളും ആയിട്ട് റിയാക്ട് ചെയ്യുന്നു 50 ഡിഗ്രി സെൽഷ്യസിൽ. അപ്പോൾ നമുക്ക് ഗ്ലിസറോൾ കിട്ടും ബൈ പ്രൊഡക്റ്റായിട്ട്, പ്ലസ് ഫാറ്റി ആസിഡ് മീഥൈൽ എസ്റ്റർ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഗ്ലിസറോളിനെ സെറ്റിൽ ചെയ്തിട്ട് ഗ്ലിസറോളിനെ നമ്മൾ റിമൂവ് ചെയ്യും. അതുപോലെ ഫാറ്റി ആസിഡ് കളക്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട്, കാരണം 2 ലെയറായിട്ട് ഇത് സെറ്റിൽ ആവുമല്ലോ. അപ്പോൾ ഫാറ്റി ആസിഡിനെ കളക്ട് ചെയ്ത് പ്യൂരിഫൈ ചെയ്തിട്ട് ബയോഡീസലായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ നമ്മുടെ ബയോഡീസൽ എന്ന് പറയുന്നത് ആരാണ്? ഇവിടെയുള്ള ഈ ഒരു എസ്റ്ററാണ്, ഫാറ്റി ആസിഡ് മീഥൈൽ. ലാസ്റ്റ് നമ്മൾ ഇതിൻ്റെ അഡ്വാൻറ്റേജും കൂടി പറഞ്ഞ് നിർത്തുകയാണ്. നമുക്കറിയാം, നമ്മൾ കുറേ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ നമുക്ക് കിട്ടി. എന്താണ്? നോൺ ടോക്സിക് ആണെന്ന് മനസ്സിലായി. ആ പേരിൽ തന്നെ ഉണ്ട്, ബയോഡീസൽ ആണല്ലോ. അതേപോലെ 90% നമുക്ക് ബയോഡീഗ്രേഡ് ചെയ്യാൻ പറ്റും. ഇത് ബയോഡീഗ്രേഡ് ചെയ്ത് പോകുന്ന ഫ്യൂവലാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. എനർജി ഈൽഡ് ഹൈ ആണ്. നമുക്ക് ഇത് യൂസ് ചെയ്യാൻ ഫ്യൂവലിന് കിട്ടുന്ന എനർജീൻ്റെ ഈൽഡ് വളരെ കൂടുതലാണ്. അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ റോ മെറ്റീരിയൽ റീന്യൂവബിൾ ആണ്. നമുക്കറിയാം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള എന്തൊക്കെയാണ്? വെജിറ്റബിൾ ഓയിൽ, ആനിമൽ ഫാറ്റൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നെയും യൂസ് ചെയ്യാൻ റീന്യൂവബിൾ ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് ആണ്. അത്ര ബുദ്ധിമുട്ടില്ല, ഒരുപാട് വർഷങ്ങളൊന്നും ആവശ്യമില്ല. അതുപോലെ എന്താണ്? നമ്മുടെ ഗ്രീൻ ഹൗസ് എഫക്റ്റിൻ്റെ ഒരു ലെസ് ടോക്സിക് ആണ് ഗ്രീൻ ഹൗസ് എഫക്റ്റിന് നമ്മൾ ബയോഡീസൽ യൂസ് ചെയ്യുവാണെങ്കിൽ. ഇതിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് എന്താണ്? ഒരു മാസമായിട്ട് നമുക്കൊരു ലബോറട്ടറിയിലൊക്കെ ഇതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബയോഡീസൽ ഒരു ഫ്യൂവൽ കൂടെയാണ് ബയോഡീസൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബയോഡീസലിനെ കുറിച്ചിട്ട് പഠിക്കുന്നത്.